കുറ്റിപ്പുറം ബസ് അപകടം മോട്ടോർ വാഹന വകുപ്പിനെ പഴിച്ച് സ്വകാര്യ ബസ് ഉടമകൾ. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ബസ് അപകടമുണ്ടായ ഇടത്താണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. പശ്ചാത്തലത്തിൽ നമുക്ക് ബോർഡ് കാണാം, ഗുരുവായൂരിലേക്കും തൃശ്ശൂരിലേക്കുമുള്ള ബോർഡ്. തൊട്ടപ്പുറത്ത് വെളിപ്പാടകലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇനി ആ അപകടം സംഭവിച്ച ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടിരിക്കുന്നു. അമിത വേഗത്തിലായിരുന്ന ബസ് മഴയുണ്ടായിരുന്നു, ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി മറിയുകയായിരുന്നു. ഒരു ഡിവൈഡറിലേക്ക് മറിഞ്ഞ് ബസ് പാതിയായി മുറിഞ്ഞു, ജീവൻ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും അപകട കാരണം അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മഴയാണ്, ഹൈഡ്രോപ്ലെയിനിങ്, അതായത് ടയറിനടിയിൽ ജലപാളി രൂപപ്പെട്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാരണം സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുകയും മൊബൈൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ ഉയരുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അതിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സംയുക്തമായി തന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നെല്ലാം അന്വേഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തന്നെയാണത്. ഈ കുറ്റിപ്പുറത്തുണ്ടായത് ഒറ്റപ്പെട്ടൊരു അപകടം മാത്രമല്ല, വലിയ രീതിയിലുള്ള അപകടങ്ങൾ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലുണ്ടാകുന്നുണ്ട്. വലിയ വേഗതയിൽ മറ്റ് കാറുകൾക്കായാലും ബൈക്കുകൾക്കായാലും ഒന്നും വഴി കൊടുക്കാതെ പായേണ്ടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമസ്ഥരോടും ബസ് ജീവനക്കാരോടും TCV വാർത്താ സംഘം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണെന്നാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സമയം രൂപീകരിച്ചിട്ടുള്ളത്, ഓരോ പോയിന്റുകളിൽ നിന്ന് മറ്റ് പോയിന്റുകളിലേക്കുള്ള സമയം രൂപീകരിച്ചിട്ടുള്ളത്. അവർ പറയുന്നു 1 കിലോമീറ്ററിന് 1.5 മിനിറ്റാണ് നൽകുന്നതെന്ന്. അതായത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് 24 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 36 മിനിറ്റുകൾ കൊണ്ട് ഓടിയെത്തേണ്ട ഒരു ഗതികേട് സ്വകാര്യ ബസ്സുകൾക്കുണ്ട് എന്ന് ബസ് ഉടമകൾ പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, തൃശ്ശൂർ സെക്ടൻ സ്റ്റാൻഡിൽ നിന്ന് പൂങ്കുന്നം വരെ എത്തണമെങ്കിൽ പോലും 20 മിനിറ്റ് സമയം സ്വകാര്യ ബസ്സുകൾക്ക് എടുക്കും. കാരണം അത്രയേറെ ബ്ലോക്കുണ്ട്. ബാക്കി 16 മിനിറ്റുകൾ കൊണ്ട് വേണം പൂങ്കുന്നത്ത് നിന്ന് കുന്നംകുളത്തേക്ക് ഓടിയെത്താൻ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അമിത വേഗം എടുക്കാതിരിക്കുക എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇടത്ത് തന്നെയാണ് ഇവിടെയാണ് അപകടം സംഭവിച്ചത്. ആ ഇറക്കമിറങ്ങിയായിരുന്നു ഡിഫൻഡർ എന്ന ബസ്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന ഡിഫൻഡർ എന്ന ബസ് വന്നിരുന്നത്. അവിടെ വെച്ച് ബ്രേക്ക് ചവിട്ടി മറിഞ്ഞ് ഈ ഡിവൈഡറിന് മുന്നിലേക്കാണ് മറിഞ്ഞത്. ആ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കവിടെ കാണാം. ആഷിഖ് ആ ദൃശ്യങ്ങളിലേക്ക് തൃശ്ശൂർ എന്ന ബോർഡ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബസ്സുകളുടെ കോഴിക്കോട് എന്ന ബോർഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ നിരവധിയായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട അപകടമായി മാറ്റി നിർത്താതെ കൃത്യമായ പഠനം തന്നെ വേണം. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിച്ച സമയത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഇനിയും ധാരാളം അപകടങ്ങൾ കുറ്റിപ്പുറത്ത് മാത്രമല്ല, തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ ഇനിയും അനവധി അപകടങ്ങൾക്ക് കാരണമാകും. എന്തായാലും ഉദ്യോഗസ്ഥർ ഇത് കണ്ടെങ്കിലും പഠിക്കട്ടെ, മാറ്റമുണ്ടാവട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.